ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാനൊരു 3 മാസം മുമ്പ് ഒരു കെമിക്കൽ ക്രീം യൂസ് ചെയ്തിരുന്നു. അന്ന് ഞാനത് ഇട്ടതിന് ശേഷം എൻ്റെ ഫേസിന് ഒരുപാടധികം ഗ്ലോ കിട്ടി. എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ കുറച്ച് കറുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഫേസ് നല്ല ഗ്ലോ ആയി, അടിപൊളിയായിട്ട് ബ്രൈറ്റായി വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാടധികം ഹാപ്പി ആയിരുന്നു. എൻ്റെ ഫേസ് എനിക്ക് നന്നായിട്ട് ബ്രൈറ്റ് ആയപ്പോൾ ഞാൻ ഒരുപാടധികം സന്തോഷിച്ചതാണ്. ആ സന്തോഷത്തിന് പിന്നാലെ എനിക്ക് ഒരുപാട് ദുഃഖം തന്നിരുന്നു. കാരണം ഞാനത് നിർത്തിയതിന് ശേഷം എനിക്ക് ഒരുപാടധികം എൻ്റെ ഫേസ് ഫുൾ ഡാമേജ് ആയിപ്പോയി. ഇവിടെയൊക്കെ നിറച്ച് പിമ്പിൾസ് വന്നതിൻ്റെ പാടിപ്പോഴും ഉണ്ട്. അപ്പോൾ അതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരു പൗഡറാണ് ഇത്. അപ്പോൾ ഈ ഒരു പൗഡറാണത്, ഫേഷ്യൽ പൗഡർ രൂപഭംഗി. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ മുൾട്ടാണി മട്ടിയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ബെസ്റ്റ് റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാടധികം മാറ്റമുള്ളത് കൊണ്ടാണ് ഞാൻ അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാമെന്ന് കരുതിയത്. ഇത് വിപണിയിൽ പല ആളുകളും യൂസ് ചെയ്യുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഫേഷ്യൽ പൗഡറാണ്, ഫേസ് പാക്കാണ്. അപ്പോൾ എനിക്കിത് ഒരുപാടധികം മാറ്റം തന്നതുകൊണ്ടാണ്, ജെന്യുവൻ റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാനെന്ന വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാൻ പാൽ ഉപയോഗിക്കാം, അതേപോലെ ഹണി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വീട്ടിലുള്ളത് എന്തൊക്കെയാണോ, തക്കാളി നീര് യൂസ് ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. തൈര് ഒരുപാടധികം ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടായതുകൊണ്ട് അപ്പോൾ ഞാനെന്ന തൈരും ഈ ഒരു പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. എനിക്കത് നല്ല റിസൾട്ട്, ഫേസിന് നല്ല ഗ്ലോയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് തേക്കുന്ന വിധം കാണിക്കാം. യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കിത് വേണ്ടത് 2 ടീസ്പൂൺ മാത്രം ഈ ഒരു പാക്ക് എടുത്താൽ മതി. പിന്നെ അതിനായിട്ട് 1/4 കപ്പ് തൈരാണ്. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാനുള്ളത് അത്ര മാത്രം മതി നമുക്ക് ഈ തൈര് വരുന്നത്. പിന്നെ ഇതേപോലുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇവ രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു പൗഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം. അപ്പോൾ അതേ തൈര് നമുക്ക് ആവശ്യത്തിനധികം, അതായത് ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള തൈര് എടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് ഫേസ് ക്ലിയർ ചെയ്തതായിരുന്നു. പിന്നെ പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുണ്ട്, നമുക്ക് അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫേസിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരാൾ ഞാൻ എന്ത് മുഖത്തിടുണ്ടെങ്കിലും അത് വേണം, അങ്ങനത്തെ ഒരു ആളാണിത്. എന്തുണ്ടായാലും വേണം, എന്ത് മുഖത്ത് തേക്കാനാണെങ്കിലും അവൾക്ക് വേണം. തരാം, ഇട്ട് തരാം. ഓക്കെ, ഇട്ട് തരാം. അപ്പോൾ ഇത് ഈ ഫേസ് പാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് കഴുത്തിലോട്ടേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ കയ്യിലോ, ബാക്കി വരുന്നത് കയ്യിലോ കാലിലോ ഒക്കെ അപ്ലൈ ആക്കാം. ഞാൻ ഫേസിൽ മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ നൈറ്റാണ് ഇത് യൂസ് ചെയ്യാറ്. നൈറ്റ് ഒരു 20 മിനിറ്റോളം ഞാനിത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്കിത് കഴുകി കളഞ്ഞാൽ മതി. നന്നായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. ഞാൻ ചെയ്തോളാം, സഹായിക്കണ്ട. പിന്നെ ഇതിൻ്റെ ഒപ്പം നല്ലൊരു സ്ക്രബ്ബർ പോലെയും കൂടിയാണ്. നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും. കാരണം ഒരു തരി പൊടി പോലെയാണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനും പറ്റും. അത്ര നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കേട്ടോ, ഇത്ര നന്നായിട്ട് അപ്ലൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം നമുക്ക് മുൾട്ടാണി മട്ടിയും കൂടി ആഡ് ആക്കാം കേട്ടോ. കുറച്ച് മുൾട്ടാണി മട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതും കൂടി ആഡ് ആക്കിയിട്ട് ഫേസിലൊന്നും കൂടി അപ്ലൈ ചെയ്യാം. കണ്ടപ്പോൾ വേറൊരു കളറായിട്ടുണ്ട്. ഒരു ബ്രൗൺ പോലത്തെ, ബ്രൗൺ അല്ല, ഒരു ക്രീം കളറും കൂടി ആയിട്ടുണ്ട്. മുൾട്ടാണി മട്ടി ഒരുപാടധികം ബെനിഫിറ്റ് ഉള്ളതാണ്. ഞാൻ കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തിക്ക് ലെയറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മുൾട്ടാണി മട്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്ക് ലെയറിൽ കിട്ടും. ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനും പറ്റും. ഫേസിലെ എല്ലാ അഴുക്കുകളും നമുക്ക് സ്ക്രബിലൂടെ നമുക്ക് ഫേസിലെ അഴുക്കുകൾ റിമൂവ് ആക്കാൻ പറ്റുന്ന ഒരു സാധനം ഒരു ഐറ്റോടെ നമുക്ക് ഈ മുൾട്ടാണി മട്ടി. പിന്നെ മുൾട്ടാണി മട്ടി മാത്രം ഇടുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മുൾട്ടാണി മട്ടി മാത്രം ഇടുമ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനാണ് ഇങ്ങനെ രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നത്.
ആയി നല്ല രസമുണ്ടല്ലേ. ഞാൻ കഴുത്തിലേക്കൊന്നും ഇട്ടിട്ടില്ല, ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കത് 20 മിനിറ്റോളം വെക്കാം, എന്നിട്ട് അതിന് ശേഷം വാഷ് ചെയ്തിട്ട് കാണിക്കാം. എൻ്റെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ വാഷ് ചെയ്തപ്പോൾ തന്നെ ഒരുപാടധികം എനിക്ക് മാറ്റം തോന്നി, കാരണം നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ബ്യൂട്ടി ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക.